ഹായ് വെൽക്കം ടു റിസോർട്ട്. പിന്നെ നമുക്ക് പറയാൻ പോണത് നമ്മൾ സാലറി പ്രോസസ്സ് ചെയ്യുമ്പോൾ എംപ്ലോയീസിന് വേരിയബിൾ ആയിട്ട് വേരിയബിൾ ബെനിഫിറ്റ്സ് അതേപോലെ വേരിയബിൾ ഡിഡക്ഷൻസ് എല്ലാം നമുക്ക് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അതിനായി ഫസ്റ്റ് നമ്മൾ കമ്പനി മൊഡ്യൂളിൽ സാലറി ആൻഡ് ലീവ്സ് എന്നുള്ള ഓപ്ഷനിൽ വേരിയബിൾ ബെനിഫിറ്റ്സും വേരിയബിൾ ഡിഡക്ഷൻസും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുന്ന ഐറ്റംസ് ആയിരിക്കും നമ്മുടെ വേരിയബിൾ അപ്ലോഡ്സിൻ്റെ ലിസ്റ്റിൽ എനേബിൾ ആയി കിട്ടുക. അപ്പോൾ ഇൻ കേസ് നമുക്ക് ഏതെങ്കിലും അഡീഷണൽ ഐറ്റം വേണമെങ്കിൽ നമുക്ക് ഇവിടെ ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ നമുക്ക് വേരിയബിൾ ബെനിഫിറ്റ്സും ക്രിയേറ്റ് ചെയ്യാം, അതേപോലെ വേരിയബിൾ ഡിഡക്ഷൻസും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് വൺസ് ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു, നമ്മൾ എംപ്ലോയിയുടെ അറ്റൻഡൻസ് വെരിഫിക്കേഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പാണ് വേരിയബിൾ അപ്ലോഡിങ്. അതിനായി പേറോളിൽ വേരിയബിൾ അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇത് നമുക്ക് ഇൻഡിവിജ്വലി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, അതേപോലെ ബൾക്കായിട്ടും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് നമ്മൾ ഇൻഡിവിജ്വലി നോക്കുകയാണെങ്കിൽ നമ്മൾ ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എംപ്ലോയിനെ സെലക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ഏത് മന്തിലാണ് നമ്മൾ സാലറി പ്രോസസ്സ് ചെയ്യുന്നത് ആ മന്ത് സെലക്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ഐറ്റം ഏത് ഐറ്റമാണ് നമ്മൾ ഇപ്പോൾ വേരിയബിൾ അപ്ലോഡ് ചെയ്യുന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ബോണസ് ആണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യണമെങ്കിൽ ബോണസ് സെലക്ട് ചെയ്യുക. ഇതിൻ്റെ എമൗണ്ട് എത്ര എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യുക. ഇനി ഒരു റിമാർക്കും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ബോണസ് എമൗണ്ട് അഡീഷണൽ ആയിട്ട് ആ എംപ്ലോയിക്ക് അലോക്കേറ്റ് ആയിട്ടുണ്ടാവും. ആൻഡ് വൺസ് നമ്മൾ സാലറി പ്രോസസ്സ് ചെയ്യുമ്പോൾ ഈ എമൗണ്ട് ഒരു അഡീഷൻ എന്നുള്ള രീതിയിൽ അവിടെ കാണാൻ പറ്റുന്നതാണ്. അതേപോലെ ഇപ്പോൾ ഏതെങ്കിലും ഐറ്റം നമ്മൾ ഏതെങ്കിലും വേരിയബിൾ ഡിഡക്ഷൻസ് ആണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതെങ്കിൽ അതും നമുക്കിവിടെ റിഫ്ലക്റ്റ് ആയി വരും. ഡിഡക്ഷൻ എന്നുള്ള ഹെഡിലായിരിക്കും അത് കാണുന്നത്. ഇനി നമുക്ക് ഒരു എങ്ങനെയാണ് ബൾക്കായിട്ട് ഈ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഏത് മന്തിലാണ് സാലറി പ്രോസസ്സ് ചെയ്യുന്നത് എന്നുള്ളത് ആ മന്ത് സെലക്ട് ചെയ്യുക. അതേപോലെ ഏതെങ്കിലും പെർട്ടിക്കുലർ ബ്രാഞ്ചിലാണെങ്കിൽ ആ ബ്രാഞ്ചും സെലക്ട് ചെയ്യാം. ആൻഡ് നമ്മൾ ഏത് ഐറ്റമാണ് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ബോണസ് ആണ് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ബോണസ് എന്നുള്ള ഹെഡ് ഐറ്റം സെലക്ട് ചെയ്യുക. ആൻഡ് ഈ എക്സൽ ഷീറ്റ് നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഈ എക്സൽ ഷീറ്റിൽ നമുക്ക് അതിൻ്റെ എമൗണ്ട് ഓരോ എംപ്ലോയിക്ക് എത്രയാണ് എമൗണ്ട് എന്നുള്ളത് ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ആൻഡ് വൺസ് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഈ എക്സൽ ഷീറ്റ് ഇവിടേക്ക് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ ആ ഡീറ്റെയിൽസ് ഫുള്ളും ലിസ്റ്റ് ആയിട്ടുണ്ടാവും. ആൻഡ് നമ്മൾ സാലറി പ്രോസസ്സ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ് കൊടുത്തേക്കുന്നത് അതിൻ്റെ ബേസിസിൽ സാലറി സ്ലിപ്പിൽ അത് റിഫ്ലക്റ്റ് അയക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ കവർ ചെയ്യണത്. താങ്ക് യു.